വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിൽ സ്വദേശി തൊഴിലാളികളുടെ ശമ്പളത്തിന്റെ ഒരു വിഹിതം സർക്കാർ നൽകുന്ന പദ്ധതിക്ക് സ്വീകാര്യതയേറുന്നു. നിരവധി തൊഴിലാളികൾ ഹഫത്ത് പദ്ധതിയുടെ ഭാഗമായി. പല സ്ഥാപനങ്ങളും തൊഴിലാളികളെ ഇനിയും പദ്ധതിയിൽ ചേർത്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സ്വകാര്യ മേഖലയിൽ സൗദിവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സൗദി ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഫണ്ട് ധനസഹായം നൽകുന്നത്. പുതുതായി ജോലിയിൽ കയറുന്ന സ്വദേശികളുടെ ശമ്പളത്തിന്റെ 50% വരെ, പരമാവധി 3000 റിയാൽ വരെ സർക്കാർ വഹിക്കും. ജോലി ചെയ്യുന്ന കമ്പനിയിലേക്കാണ് ഫണ്ട് നൽകുക. ഹദഫ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നതാണ് പ്രധാന വ്യവസ്ഥ. നിക്ഷേപകരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്ന ഈ സൗകര്യം പല സ്ഥാപനങ്ങളും ഇനിയും പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് കമ്പനികൾക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ തയ്യാറാണെന്നും എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസി പ്രതിനിധി ഷിഹാബ് വിളയിൽ പറഞ്ഞു. എംപ്ലോയ്മെന്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹദഫ് എന്നൊരു പോർട്ടൽ വഴി സൗദി എംപ്ലോയികളെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അവരുടെ സാലറിയുടെ 50% ആ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആകർഷണീയത എവിടെയെന്ന് വെച്ചാൽ 30 മുതൽ 50% വരെ ഈ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സബ്സിഡറി കൊടുക്കുന്നു ഗവൺമെൻറ്. നൂതനമായ ആശയങ്ങളും പദ്ധതികളുമായി ഗവൺമെൻറ് നമ്മെ സമീപിക്കുമ്പോൾ പലർക്കും ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചുരുങ്ങിയത് 4000 റിയാൽ ശമ്പളമുള്ളവർക്കാണ് ഫണ്ട് അനുവദിക്കുന്നത്. വനിതകളെയോ ഭിന്നശേഷിക്കാരെയോ ജോലിക്ക് വച്ചാൽ 60% വരെ ഫണ്ട് സർക്കാർ വഹിക്കും. ഒരു തൊഴിലാളിക്ക് പരമാവധി 2 വർഷം വരെയാണ് ഫണ്ട് ലഭിക്കുക. ലക്ഷക്കണക്കിന് സ്വദേശികൾ ഇതിനകം ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഖത്തറിൽ അടുത്ത മാസം 11 റമദാൻ വ്രതം ആരംഭിക്കുന്ന തുടക്കമായേക്കുമെന്ന് ഖത്തർ കലണ്ടർ ഹൌസ് അറിയിച്ചു. മാസപ്പിറവി ദൃശ്യമായ ശേഷം എൻഡോമെന്റ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയം ഔദ്യോഗികമായി കാര്യം പ്രഖ്യാപിക്കും. അടുത്ത മാസം 10 മാസപ്പിറവി ദൃശ്യമാകുമെന്ന് ഷെയ്ഖ് അബ്ദുള്ള അൽ അൻസാരി കോംപ്ലക്സിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു. ദമാമിലെ നവയുഗം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സഫിയ അജിത്ത് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ ക്ലബ് വോളിബോൾ ടീം ചാമ്പ്യന്മാരായി. സിഗ്മ ജുബൈൽ ടീമിനെതിരില്ലാത്ത 3 സെറ്റിനാണ് പരാജയപ്പെടുത്തിയത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കായിക പരിപാടികളിൽ ആവേശം നിറച്ച 5ാമത് സഫിയ അജിത്ത് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിനാണ് ദമാമിൽ പരിസമാപ്തിയായത്. ദമാം അൽ സുഹൈമി ഫഡ്ലൈറ്റ് വോളിബോൾ ഗ്രൗണ്ടിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ സിഗ്മ ജുബൈൽ ടീമിനെ എതിരില്ലാത്ത 3 സെറ്റിന് പരാജയപ്പെടുത്തിയാണ് ദമാം ഇന്ത്യൻ വോളി ക്ലബ്ബ് ചാമ്പ്യന്മാരായത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ഇന്ത്യൻ വോളി ക്ലബ്ബ് ടീമിലെ നവീദിനെയും, ബെസ്റ്റ് സെറ്ററായി ഇന്ത്യൻ വോളി ക്ലബ്ബ് ടീമിലെ സുഹൈലിനെയും, ബെസ്റ്റ് ഡിഫൻഡറായി സിഗ്മ ജുബൈൽ ടീമിൻ്റെ സയ്യിദിനെയും, ബെസ്റ്റ് സ്മാഷറായി ഇന്ത്യൻ വോളി ക്ലബ്ബ് ടീമിലെ അൻസാബിനെയും തിരഞ്ഞെടുത്തു. മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം നവയുഗം ജനറൽ സെക്രട്ടറി MA വാഹിദ് കാര്യറ ഉദ്ഘാടനം ചെയ്തു. നവയുഗം കലാവേദി സെക്രട്ടറി ബിനു കുഞ്ഞു, നവയുഗം കേന്ദ്ര നേതാക്കളായ സാജൻ കണിയാപുരം, പ്രിജി കൊല്ലം, ശരണ്യ ഷിബു, വർഗീസ്, സജീഷ് പട്ടാഴി, മഞ്ജു അശോക്, സംഗീത ടീച്ചർ, നാസർ കടവിൽ, രാജൻ കായംകുളം, റഷീദ് പുനലൂർ, ജാബിർ, ഗോപകുമാർ, തമ്പാൻ നടരാജൻ, നിസാം കൊല്ലം, ലത്തീഫ് മൈനാഗപ്പള്ളി, വിനീഷ്, നന്ദകുമാർ എന്നിവർ സംബന്ധിച്ചു. ചാമ്പ്യന്മാരായ ഇന്ത്യൻ വോളി ക്ലബിനുള്ള സഫിയ അജിത്ത് മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസും, റണ്ണപ്പായ സിഗ്മ ജുബൈൽ ടീമിനുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും പ്രമുഖർ ചേർന്ന് സമ്മാനിച്ചു. സുബൈറുദ്ദീനൂർ, 24 ദമാം. അജ്മാൻ പോലീസ് സ്പോർട്സ് ആൻഡ് ഷൂട്ടിംഗ് ക്ലബ്ബ് നവീകരണം പൂർത്തിയായി. ഇനി മുതൽ പൊതുജനങ്ങൾക്കും ക്ലബിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാനാകും. അജ്മാനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത്. താമസക്കാർക്ക് ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്ലബിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്വിമ്മിംഗ്, ഫുട്ബോൾ, ഷൂട്ടിംഗ്, ബൌളിംഗ് തുടങ്ങിയവയ്ക്കുള്ള ആധുനിക പരിശീലന കേന്ദ്രങ്ങളാണ് ക്ലബിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാതൃകയിലാണ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയത്. ഷൂട്ടിംഗ്, സ്പോർട്സ് പരിശീലനത്തിന് വേണ്ടിയാണ് പ്രധാനമായും ക്ലബ്ബ് പ്രവർത്തിക്കുക. പൊതുജനങ്ങൾക്കും ക്ലബിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാമെന്നും പൊതുജനങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്ക് ഈടാക്കുമെന്നും അജ്മാൻ പോലീസ് ഉപമേധാവി കേണൽ ഗെയ്ത്ത് അൽ കഅബി അറിയിച്ചു. ഏറ്റവും ആധുനികമായ സാമഗ്രികളാണ് എല്ലാ മേഖലയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും ഗെയ്ത്ത് അൽ കഅബി വ്യക്തമാക്കി. പുതിയ തലമുറയ്ക്ക് കായിക സൗകര്യം നന്നായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു. അതോടൊപ്പം കോൺഫറൻസ് ഹാൾ എന്നിവയും ക്ലബിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അജ്മാൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ മുഹമ്മദ് അൽ സുവൈദി, അമീന ജുമാ അൽ ഷംസി, നൂറ അൽ ഷംസി, ആസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലി എന്നിവർ പങ്കെടുത്തു. 24 ദുബായ്. ജിദ്ദ ഫുട്ബോൾ ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന 4ാമത് ഫുട്ബോൾ ടൂർണമെന്റ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കും. ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. വ്യാഴാഴ്ച രാത്രി 7:30-ക്കും വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കും മത്സരം ആരംഭിക്കും. സീനിയർ, അണ്ടർ 16, വെറ്ററൻസ് വിഭാഗങ്ങളിലായി 24 ടീമുകൾ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.
KMCC ഖത്തർ കാസർകോട് മണ്ഡലം കമ്മിറ്റി നസീം ഹെൽത്ത് കെയറിന്റെ സഹകരണത്തോടെ പ്രാഥമിക ശുശ്രൂഷയിൽ പരിശീലനം നൽകി. കാസർകോട് മണ്ഡലത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 250 പേരും അവരുടെ കുടുംബാംഗങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു. KMCC കാസർകോട് മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് ഏരിയൽ അധ്യക്ഷനായി. KMCC സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഗഗൻയാൻ നയിക്കാൻ മലയാളി പാലക്കാട് സ്വദേശിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തലവൻ. തിരുവനന്തപുരം VSCയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4-അംഗ സംഘത്തെ രാജ്യത്തിന് പരിചയപ്പെടുത്തി. 140 കോടി ജനങ്ങളെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യമെന്ന് നിറഞ്ഞ കരഘോഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. VSCയിൽ 1800 കോടിയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ 4-അംഗ സംഘമാണ് രാകേഷ് ശർമ്മയ്ക്കൊപ്പം ത്രിവർണ പതാകയുമായി ബഹിരാകാശത്തേക്ക് പറക്കുന്ന ഭാരതീയർ. പ്രശാന്ത് ബി നായർ, അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻഷു ശുക്ല. സംഘത്തെ നയിക്കുന്നത് മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായർ. 2019 മുതൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ കഠിന പരിശീലനത്തിലായിരുന്ന സംഘത്തെ പരിചയപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഭിമാനകരമായ നിമിഷമാണിതെന്നും പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും പേരുകൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ യാത്രികരുടെ മുന്നിൽ ഇനിയും ഏറെ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ടെന്നും സെൽഫിയും ഓട്ടോഗ്രാഫുമായി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പുതുതായി സ്ഥാപിച്ച ട്രൈസോണിക് വിൻഡു ടണൽ, ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ പൂർത്തിയാക്കിയ PSLVക്കുള്ള ഇന്റഗ്രേഷൻ ഫെസിലിറ്റി സെന്റർ, തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിൽ സജ്ജീകരിച്ച സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിനുകൾക്കുള്ള സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി സെന്റർ എന്നിവ ISROയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് കരുത്താകും. അടുത്ത വർഷം അവസാനത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ഇസ്രോയുടെ ശ്രമം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിക്കാനൊരുങ്ങുന്ന 4-അംഗ സംഘത്തെ അറിഞ്ഞത് മുതൽ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് പാലക്കാട് നെന്മാറ ഗ്രാമം. നാട്ടുകാരനായ പ്രശാന്ത് ബി നായർ സംഘത്തലവനായതിലെ ആഹ്ലാദം നെന്മാറ പഴയ ഗ്രാമത്തിലെ ആളുകൾക്ക് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി ജോലി ചെയ്യുകയാണ് പ്രശാന്ത് തിരിച്ചെത്തുമ്പോൾ വലിയ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രികരുടെ പേരുകൾ പുറത്തുവരുമ്പോൾ വേലകളുടെ നാടായ നെന്മാറ അഭിമാനത്തിന്റെ പരകോടിയിൽ. ബഹിരാകാശ യാത്രാ സംഘത്തിന്റെ തലവൻ നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ വ്യോമസേനയിൽ സ്ക്വാഡ് ലീഡർ റാങ്കിലുള്ള ഓഫീസറാണ്. നിലവിൽ സുഖോയ് 30 MKI എന്ന ഇന്ത്യയുടെ മുൻനിര ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റ്. 2020 ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി പ്രശാന്ത് അടക്കം 4 പേരെയും തിരഞ്ഞെടുത്തത്. തുടർന്ന് റഷ്യയിലെ ഗഗാറിൻ കോസ്മോനോട്ട് സെന്ററിൽ അടിസ്ഥാന പരിശീലനത്തിനയച്ചു. തിരിച്ചെത്തിയതിനു ശേഷം ബംഗളൂരു കേന്ദ്രമാക്കി പരിശീലനം തുടരുകയാണ്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനത്തിനിടയിലാണ് പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നത്. 1998 സ്ക്വാഡ് ഓഫ് ഹോണർ US എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ 1ാം റാങ്ക് തുടങ്ങിയ നേട്ടങ്ങളോടെയാണ് 1999 സേനയുടെ ഭാഗമായത്. വിളമ്പിൽ ബാലകൃഷ്ണന്റെയും കൂളങ്ങാട്ട് പ്രമീളയുടെയും മകനാണ് പ്രശാന്ത്. കൺമുന്നിൽ കളിച്ചു വളർന്ന കൊച്ചുബാലൻ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ ദൗത്യത്തിന്റെ തലവനായി ഉയരുമ്പോൾ അയൽവാസികളുടെയും നാട്ടുകാരുടെയും ആഹ്ലാദം ബഹിരാകാശത്തോളമാണ്. ദൗത്യം ജയിച്ചു വരുന്ന പ്രശാന്തിനെ സ്വീകരിക്കാൻ നാട്ടുകാർ ഇപ്പോഴേ ശ്രമം തുടങ്ങി. 24 പാലക്കാട്. ഗഗൻയാൻ സംഘത്തലവനും പ്രശാന്ത് ബി നായരുമായി വിവാഹം കഴിഞ്ഞെന്ന് വെളിപ്പെടുത്തിയ നടി ലെന. ജനുവരി 17 വിവാഹം. ബഹിരാകാശ യാത്ര ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം വിവാഹകാര്യം പങ്കുവയ്ക്കാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് ലെന സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ISRO ചെയർമാൻ S സോമനാഥിനൊപ്പം ഗഗൻയാൻ പ്രഖ്യാപന വേദിയിൽ ഇരുവരും നിൽക്കുന്നതിന്റെ ചിത്രങ്ങളും ലെന പുറത്തുവിട്ടു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കുതിരക്കച്ചടവും കൂറുമാറ്റവും. ഹിമാചൽ പ്രദേശിൽ 6 കോൺഗ്രസ് MLA മാർ ക്രോസ് വോട്ട് ചെയ്തതോടെ സർക്കാർ പ്രതിസന്ധിയിലായി. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ 7 MLA മാർ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ഹിമാചലിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഏക സീറ്റിലും ഉത്തർപ്രദേശിൽ 10-ൽ 8 സീറ്റിലും BJP വിജയിച്ചു. കർണാടകയിൽ കോൺഗ്രസിന്റെ 3 പേരും BJPയുടെ ഒരാളും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 68 അംഗങ്ങളുള്ള ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ കോൺഗ്രസ് 40, BJP 25, 3 സ്വതന്ത്രർ എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. രാജ്യസഭയിലേക്ക് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടത് 35 വോട്ടുകൾ. ജയം ഉറപ്പിച്ചിരുന്ന കോൺഗ്രസ് രംഗത്തിറക്കിയത് മുതിർന്ന നേതാവ് അഭിഷേക് മനു സിംഗ്വിയെ. എന്നാൽ വോട്ടെടുപ്പ് നടന്നതോടെ കണക്കുകൾ മാറി. കോൺഗ്രസിന്റെ 6 MLA മാർ ക്രോസ് വോട്ട് ചെയ്തു. സ്വതന്ത്രരും BJPയെ പിന്തുണച്ചു. അഭിഷേക് മനു സിംഗ്വിക്കും BJPയുടെ ഹർഷ് മഹാജന് 34 വോട്ടുകൾ വീതം. നറുക്കെടുപ്പിൽ ഹർഷ് മഹാജന് ജയം.
സംസ്ഥാന സർക്കാരിന് സഭയിൽ ഭൂരിപക്ഷം നഷ്ടമായെന്ന് BJP. കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ ഇന്ന് കൂറുമാറിയത് ദൗർഭാഗ്യകരമെന്ന് അഭിഷേക് മനു സിംഗ്വി. The 9 persons, because they've taught me a lot about human nature, its fickleness or its resoluteness. They've taught us a lot because they supped with us. In the biblical terms, it's called supping with us. Dinner, drinks, and photography till 11 o'clock last night. Or 2 of them had breakfast with us. So, I think we are bad judges of human character. They are obviously better judges of human character. ഉത്തർപ്രദേശിൽ 10 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ്. BJP 8 സ്ഥാനാർത്ഥികളെയും സമാജ്വാദി പാർട്ടി 3 പേരെയും മത്സരത്തിനിറക്കി. എട്ടാമത്തെയാളെ ജയിപ്പിക്കാൻ 8 വോട്ടുകളുടെ കുറവുണ്ടായിരുന്നു BJPക്ക്. SP-യുടെ 7 പേർ ക്രോസ് വോട്ട് ചെയ്തതോടെ BJPയുടെ എട്ടാമനായി മുൻ SP നേതാവ് സഞ്ജയ് സേഠ് രാജ്യസഭയിലേക്ക്. സമാജ്വാദി പാർട്ടിയുടെ ചീഫ് വിപ്പ് മനോജ് പാണ്ഡെ അടക്കമാണ് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. കർണാടകയിൽ 4 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികളും വിജയിച്ചു. അജയ് മാക്കൻ, നാസർ ഹുസൈൻ, GC ചന്ദ്രശേഖർ എന്നിവരാണ് കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിലെത്തുക. BJPയുടെ നാരായണ ഭണ്ഡാഗെയും കർണാടകയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. BJPയുടെ ST സോമശേഖർ കോൺഗ്രസിന് വോട്ട് ചെയ്തു. A. ശിവറാം ഹെബ്ബർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 24 ഡൽഹി. ബീഹാറിലും അസമിലും ഓപ്പറേഷൻ താമര. ബീഹാറിൽ കോൺഗ്രസ് MLA-മാരായ മുരാരി പ്രസാദ് ഗൌതം, സിദ്ധാർത്ഥ സൗരു, RJD MLA സംഗീത കുമാരി എന്നിവർ BJPയിൽ ചേർന്നു. ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൌധരി MLA-മാരെ BJPയിലേക്ക് സ്വീകരിച്ചു. അസമിൽ ഭൂരിഭാഗം കോൺഗ്രസ് MLA-മാരും നേതാക്കളും BJPയിൽ ചേരുമെന്ന് അസം മന്ത്രി അവകാശപ്പെട്ടു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ബസവരാജ് പാട്ടീൽ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പാട്ടീലിനെ BJPയിലേക്ക് സ്വീകരിച്ചു. മറാത്ത്വാഡയിൽ നിന്നുള്ള പ്രമുഖ ലിംഗായത്ത് നേതാവാണ് ബസവരാജ് പാട്ടീൽ. മാസങ്ങളായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി പാട്ടീൽ അകൽച്ചയിലായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ് വിടുന്ന 4ാമത്തെ നേതാവാണ് പാട്ടീൽ. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം ഉടൻ വിജ്ഞാപനം ഇറക്കുമെന്ന് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് വിജ്ഞാപനം ഇറക്കാനാണ് നീക്കം. മാർച്ച് 2ാം വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം അടുത്തയാഴ്ച ഇറക്കാൻ നീക്കം നടക്കുന്നത്. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ കേന്ദ്രം സജ്ജമാക്കും. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്ന എതിർപ്പ് മറികടക്കാനാണ് പൗരത്വത്തിനുള്ള രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഓൺലൈൻ മുഖേനയാക്കുന്നത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് കുടിയേറിയ ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങളെയാണ് പൗരത്വത്തിന് പരിഗണിക്കുക. 2019 പാസാക്കിയ നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. പൗരത്വം നൽകുന്നതിനായി മതം പരിഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധങ്ങൾ. 24 ഡൽഹി. ഡൽഹിയിലും ഹരിയാനയിലും ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ 4ഇടത്തും ഹരിയാനയിൽ 1ഇടത്തുമാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ സോംനാഥ് ഭാരതി, ഈസ്റ്റ് ഡൽഹിയിൽ കുൽദീപ് കുമാർ, സൗത്ത് ഡൽഹിയിൽ സഹിറാം, വെസ്റ്റ് ഡൽഹിയിൽ മഹാബലി മിശ്ര എന്നിവർ മത്സരിക്കും. 4 പേരും നിലവിൽ MLA-മാരാണ്. ഹരിയാനയിലെ കുരുക്ഷേത്ര സീറ്റിൽ സുശീൽ ഗുപ്തയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കേരളമടക്കമുള്ള ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അതേ പുരോഗതി കേരളത്തിലും ലഭിക്കാൻ കേന്ദ്രം എപ്പോഴും ശ്രദ്ധിക്കുന്നുവെന്നും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കോൺഗ്രസിന്റെ കുടുംബവാഴ്ച അനുകരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കുള്ള സംസ്ഥാന BJPയുടെ ഔദ്യോഗിക തുടക്കമായി സമ്മേളനം മാറി. 3ാം തവണയും പ്രധാനമന്ത്രി പദം ഉറപ്പിച്ച മട്ടിലായിരുന്നു നരേന്ദ്രമോദിയുടെ 39 മിനിറ്റ് നീണ്ട പ്രസംഗം. പ്രസംഗത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനും CPIM-നും നിശ്ചിത വിമർശനം. കേരളത്തിൽ ശത്രുക്കളായി അഭിനയിക്കുന്ന CPIM-ഉം കോൺഗ്രസും കേരളത്തിന് പുറത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണെന്ന് പ്രധാനമന്ത്രി. परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है. कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है. केरला में उनकी भी सरकार इसी मॉडल पे चल रही है. 2019 BJPയിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ 2024 വിശ്വാസമായി മാറി. ഇത്തവണ BJPയെ കേരളം പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുണ്ട്. കേരളത്തിന്റെ പ്രതീക്ഷകൾ സഫലീകരിക്കാൻ മോദി പ്രതിജ്ഞാബദ്ധനാണെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തോടും BJP വിവേചനം കാണിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി.
बीजेपी ने कभी केरला को या देश के और किसी राज्य को वोट के चश्मे से नहीं देखा है. PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ BJP ലയിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു. ശ്രീമാൻ PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള ജനപക്ഷം ഔപചാരികമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ലയിച്ചിരിക്കുകയാണ്. ശബരിമല ഉൾപ്പെടുന്ന പ്രദേശം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നും തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണമെന്നും PC ജോർജ്. നമ്മുടെ ശബരിമല, ആ ശബരിമലയിൽ വിശ്വാസം തകർക്കപ്പെടുന്ന സാഹചര്യം മേലിൽ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ആ ശബരിമല ഉൾപ്പെട്ട പ്രദേശം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പ്രവർത്തകരുടെ വൻ കരഘോഷത്തോടെ വേദിയിലേക്ക് എത്തിയ സുരേഷ് ഗോപിക്ക് സംസാരിക്കാൻ അവസരം നൽകാതിരുന്നത് കല്ലുകടിയായി. ഇക്കൊല്ലം ഇതാ 3-ാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. കോൺഗ്രസിനെയും CPIM-നെയും അവർ നേതൃത്വം നൽകുന്ന മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ട് നരേന്ദ്രമോദി BJPയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. 370-ലധികം സീറ്റ് നേടുന്നതിനായി കേരളത്തിൽ നിന്നുള്ള പിന്തുണ അഭ്യർത്ഥിച്ചാണ് നരേന്ദ്രമോദി വേദി വിട്ടത്. മനീഷിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ക്രൂരതയ്ക്ക് ഇരട്ടി ശിക്ഷ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചവർക്ക് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചു. ശിക്ഷാ കാലാവധി കഴിയും വരെ പ്രതികൾക്ക് പരോൾ പോലും അനുവദിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് KK രമ MLA പ്രതികരിച്ചു. കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കുമാണ് ഇരട്ട ജീവപര്യന്തം. MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, KG ഷിനോജ് എന്നിവർ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണം. ശിക്ഷാ കാലാവധിയിൽ ഇളവോ പരോളോ പാടില്ല. 8-ാം പ്രതി KC രാമചന്ദ്രൻ, 11-ാം പ്രതി മനോജൻ എന്നിവരും ഇളവില്ലാതെ 20 വർഷം ശിക്ഷ അനുഭവിക്കണം. പ്രതികൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷാ കാലാവധി കൂടി ചേർത്താണിത്. വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയ KK കൃഷ്ണനും ജ്യോതിബാബുവിനും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കേസിലെ 6-ാം പ്രതി S സിജിത്തിന് ജീവപര്യന്തവും 6 മാസം തടവും. പ്രതികൾ TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയ്ക്ക് 7.5 ലക്ഷം രൂപയും മകൻ അഭിനന്ദിന് 5 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും KK രമ. നല്ല വിധിയാണ്, സ്വാഗതം ചെയ്യാണ്. ചില പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന ചുമത്താത്ത ആളുകൾക്ക് കൂടി ഗൂഢാലോചന ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നല്ല ശിക്ഷാവിധിയാണ് കിട്ടിയത്. കുടുംബത്തിലെ സാഹചര്യവും ആരോഗ്യനിലയും പരിഗണിച്ച് ശിക്ഷാ ഇളവ് നൽകണമെന്ന പ്രതികളുടെ ആവശ്യവും കോടതി തള്ളി. പ്രാകൃതമായ കൊലപാതകമാണ് നടന്നതെന്ന് കോടതി വിലയിരുത്തി. 24 കൊച്ചി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്തിയതിലൂടെ CPIM-ന്റെ വാദങ്ങൾ പൊളിഞ്ഞെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗൂഢാലോചന കേസുകളിൽ വിശദമായ അന്വേഷണം വേണം. വ്യാജ പ്രചാരണം എന്തിനായിരുന്നുവെന്ന് CPIM വ്യക്തമാക്കണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതേസമയം കേസിൽ CPIM-ന് പങ്കില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കി. നിരപരാധികളായ പാർട്ടി നേതാക്കളെ കേസിൽ പെടുത്തുകയായിരുന്നു. PK കുഞ്ഞനന്ദൻ ഒരാളെപ്പോലും വേദനിപ്പിക്കാത്തയാളാണ്. സഖാക്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. അതുമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് UDF ആ കൊലപാതകത്തിൽ പാർട്ടി സഖാക്കളെ, പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടുത്തി പാർട്ടിയെ അതിലേക്ക് വലിച്ചിഴച്ചു. അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നു. നിരപരാധികളായിട്ടുള്ള പാർട്ടി നേതാക്കളെയും CPM പ്രവർത്തകരെയും അനാവശ്യമായൊരു കേസിൽ പെടുത്തിയാൽ ആ കേസിൽ CPM ഇടപെടേണ്ടി വന്നു. അങ്ങനെ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാനുള്ള നിലപാട് അന്ന് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്. ആ കോടതി വിധി നല്ലവണ്ണം പഠിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. യഥാർത്ഥത്തിൽ ഈ വിധി നീതിയാണ്, ന്യായമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വിധിയിലൂടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നു. ഒന്ന്, അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് എന്നുള്ളത് ഹൈക്കോടതിയും ശരിവെച്ചു. രണ്ടാമത്തെ കാര്യം, ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് നിരപരാധികളെ കുറ്റക്കാരാക്കുകയാണ്. വ്യാജ തെളിവുകളുണ്ടാക്കി
ഇതൊക്കെയായിരുന്നു CPM അന്നത്തെ ഗവൺമെന്റിനെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ടും പറഞ്ഞ ആക്ഷേപങ്ങളും. അതെല്ലാം പൊളിഞ്ഞു. ഇടത് ചിത്രം തെളിഞ്ഞു. സംസ്ഥാനത്ത് CPIM മത്സരിക്കുന്ന 15 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒരു മന്ത്രി ഉൾപ്പെടെ 4 സിറ്റിംഗ് MLA-മാർ മത്സരത്തിനിറങ്ങും. പാലക്കാട് പൊളിറ്റ് ബ്യൂറോ അംഗത്തെയും കണ്ണൂരിലും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരെയുമാണ് CPIM രംഗത്തിറക്കിയത്. 15 സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറിയും MLA-യുമായ വി ജോയി, കൊല്ലത്ത് M മുകേഷ് MLA, പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക് എന്നിവർ മത്സരിക്കും. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് തന്നെ. ഇടുക്കിയിൽ ജോയ്സ് ജോർജിന് 3-ാം അംഗം. എറണാകുളത്ത് പുതുമുഖം KJ ഷൈൻ. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥാണ് മത്സരിക്കുക. ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി K രാധാകൃഷ്ണൻ ഇറങ്ങും. പാലക്കാട് PB അംഗം A വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസ LDF-ന് വേണ്ടി മത്സരിക്കും. KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം ഇങ്ങനെ: KS ഹംസ അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. സമസ്തയൊന്നുമില്ല, അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ടല്ല, എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും കോഴിക്കോട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും മത്സരിക്കും. വടകരയിൽ K മുരളീധരനെ KK ശൈലജ നേരിടും. കണ്ണൂരിലും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരായ MV ജയരാജനും MV ബാലകൃഷ്ണനും മത്സരിക്കും. സാമാന്യ മര്യാദയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കരുതെന്ന് MV ഗോവിന്ദൻ. BJP-യെ തോൽപ്പിക്കുക എന്നുള്ള കേന്ദ്ര മുദ്രാവാക്യം വന്നാൽ അത് ഹിന്ദി ബെൽറ്റിൽ തന്നെയാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത്, കേരളത്തിലല്ലല്ലോ. കേരളത്തിൽ BJP ഒന്നും ജയിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു സീറ്റും BJP-ക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ കേരള രാഷ്ട്രീയത്തിലില്ല. മാർച്ച് 10-നകം എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയാക്കും. 24 തിരുവനന്തപുരം. ഉറച്ച പ്രതീക്ഷയാണ് ഇടത് സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. 2019-ലുണ്ടായ തിരിച്ചടി ഇത്തവണ മറികടക്കുമെന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു. ജനങ്ങളാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കുക. അപ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം അവിടെയുള്ളത്. നമ്മൾ 2004-ൽ കണ്ടൊരു ചിത്രമുണ്ട്. അതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം എന്നുള്ള ഒരു സംഭവമില്ല. 100% വിജയ പ്രതീക്ഷയുണ്ട്. പിടിച്ചെടുക്കാനല്ലാതെ പിന്നെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് വിടാൻ ആരെങ്കിലും ചെയ്യുമോ? ചാലക്കുടിയിൽ വലിയ പ്രതീക്ഷയുണ്ട്. ചാലക്കുടിയിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ പ്രതീക്ഷ മാത്രമല്ല, ആത്മവിശ്വാസമാണ് പ്രധാനം. കാരണം ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വികാരം കൃത്യമായിട്ട് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് വലിയൊരു സമരത്തെയാണ് മുന്നിൽ കാണുന്നത്. ഈ ജനകീയ സമരത്തിൽ എല്ലാവിധ സർവശക്തിയും ഉപയോഗിച്ച് പോരാടുക തന്നെ ചെയ്യും. ഒരുപാട് വികസന സാധ്യതയുള്ള ഈ നിയോജക മണ്ഡലത്തിൽ വേണ്ടത്ര വികസനം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെട്ടുകൊണ്ട് വടകരയുടെ സാധ്യതകൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ അതിന്റെ കൂടെ അണിനിരത്തുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്. മുൻപും നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ ആദരണീയരായ നേതാക്കന്മാരൊക്കെ മലപ്പുറത്ത് വിവിധ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്, മലപ്പുറത്തുണ്ട്. മലപ്പുറം മാറും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ വെക്കുന്ന പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാം കേരള സർക്കാർ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പത്തനംതിട്ട ചെയ്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും അട്ടിമറിക്കുമെന്ന് തന്നെയാണ്. അട്ടിമറിച്ചിരിക്കും. ഇതൊരു ഗുസ്തി മത്സരമല്ല, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അത് ഇടതുപക്ഷത്തിൻ്റെ നന്മ നിറഞ്ഞ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കൊച്ചി പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. ഏലൂർ കാഞ്ഞിരക്കുന്നത്ത് വീട്ടിൽ കരീമിന്റെ മകൻ ലാൽജു ആണ് മരിച്ചത്. വൈകിട്ട് 8 മണിയോടെയാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. കുത്തേറ്റ പള്ളുരുത്തി സ്വദേശി ജോജി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച ലാൽജു കൊലപാതക കേസിൽ പ്രതിയാണ്. മൃതദേഹം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.